ഫോൺ എടുക്കൂടെ, കൊല്ലും ഞാനിന്ന്. ഹലോ ഹലോ അജു, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ ഒരു കാരണവശാലും നമ്പർ കൊടുക്കരുതെന്ന്. എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ല. നീ വെറുതെ അവന്റെ വക്കാലത്തെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട. എനിക്കൊട്ടൊന്നും കേൾക്കും വേണ്ട. എടീ, ഞാൻ അവൻ്റെ സൈഡ് പിടിച്ച് സംസാരിക്കണമെന്നല്ല. നിനക്ക് അവനോടൊന്ന് സംസാരിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ആ ഫോണിലെങ്കിലും. നീ എന്തിനീ വാശി പിടിച്ചിരിക്കണേ? എന്താന്ന് വെച്ചാൽ കാര്യം പറ. നേരിട്ട് കാണാനോ നീ കൂട്ടാക്കുന്നില്ല. നീ എവിടെയാന്ന് പറ. ദേ, ഇവൻ അങ്ങോട്ട് വരും. എടാ, എനിക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് വെറുതെ സമയം കളയണ്ട. അവനോട് പറഞ്ഞേരെ എന്റെ ഇൻട്രസ്റ്റ് പോയിന്ന്. അത്രേ ഉള്ളൂ. ചേച്ചി, ചേച്ചി, ഇവിടെ ആരുമില്ലേ? ചേച്ചി, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതായിരുന്നു. കണ്ടു നോക്കിയിട്ട് വാങ്ങിയാൽ മതി. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഞങ്ങളുടെ കമ്പനി കറിക്കൂട്ടുകള്, പിന്നെ വീട്ടിലിടാൻ പറ്റുന്ന സ്ലിപ്പേഴ്സ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കടയിൽ കൊടുക്കുന്നതിനൊക്കെ നല്ല ഓഫറിൽ ചേച്ചി ഞങ്ങൾ കൊടുക്കുന്നേ. ഒന്ന് കണ്ടു നോക്കാവോ? ഇവിടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കൊന്നും ആവശ്യമില്ല. ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ട്രിമ്മേഴ്സ്, പിന്നെ ഷേവിംഗ് സെറ്റ്, ഷേവിംഗ് ക്രീം, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. സാർ ഒന്ന് കണ്ടു നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഓഫർ ഉണ്ട്. മോളെ, ഒരു സഹായം ചെയ്യുമോ? മോളെ, ഒന്ന് സഹായിക്കണം. അച്ഛന് തീരെ കണ്ടുപിടിക്കണില്ല, എന്തൊക്കെയോ പോലെ. വളരെ അത്യാവശ്യമായിട്ട് ഒരു കത്തെഴുതി അയക്കാനുണ്ട്. അതുകൊണ്ടാ. ഒന്ന് എഴുതി തരാമോ? പുറത്ത് ചട്ടിക്കുള്ളിൽ താക്കോല് കിടപ്പുണ്ട്. അതൊന്ന് എടുത്ത് ഈ വാതിലൊന്ന് തുറന്നോളൂ. മോളൊന്ന് തുറക്കുവോ? എന്തെങ്കിലും ഊടായ്പായിരിക്കോ? എനിക്കെന്തിന്റെ കേടാ, ഒഴിവാക്കാം. സാറേ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതാ. ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പോട്ടെ. എൻ്റെ കയ്യിലുള്ളത് തരാം. അതിനുള്ള സാധനങ്ങൾ മോളെ എടുത്തോളൂ. ഇതൊന്ന് എഴുതി തരൂ. വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നെ ഒന്ന് സഹായിക്കണം. ഇത്ര അത്യാവശ്യം എന്താണാവോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ? ഈയിടെ ഫോൺ ഇറങ്ങിയതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇപ്പോഴും കത്തെഴുതിക്കൊണ്ടിരിക്കുക. ആ മോളെ. ഹായ് സാർ, ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ആ മോളെ, ഇത് എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. മോൾ ഇത് വെച്ചേ, എന്നിട്ട് ഇതിനുള്ള സാധനങ്ങൾ മോളെ എടുത്തോ. വേഗം ഇതൊന്ന് എഴുതിത്താ. സാർ, ഇത് 1000 രൂപയുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് വേണ്ടത്ര കണ്ണൊന്നും പിടിക്കണില്ല. ഇതൊന്നും വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മോള് വരൂ. മോള് പറഞ്ഞത് നേരാ, അത്യാവശ്യം തന്നെയാ. അത് അങ്ങനെ ഫോൺ ചെയ്ത് പറയാനുള്ളതല്ല, കത്തെഴുതുക തന്നെ വേണം. ഈ കത്ത് വായിക്കുന്നവർക്ക് അത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അതൊന്ന് വേറെയാ. സാറ് ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലേ? അത് സാരമില്ല. പിന്നെ ഈ സാറെന്നുള്ള വിളി വേണ്ട, അച്ഛാന്ന് വിളിച്ചോളൂ. അത് കേട്ടിട്ട് കുറേയായി. ഓക്കെ. അല്ല, ഒഫീഷ്യൽ ലെറ്റർ വല്ലതും ആണോ അച്ഛാ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതിയാൽ ശരിയാവില്ല. ഏയ്, ഇത്
ഒരു പ്രേമലേഖന. അച്ഛനാള് കൊള്ളാലോ. പ്രിയപ്പെട്ട ഇന്ദുവിന്, എനിക്കറിയാം നിനക്ക് എന്നോട് പിണക്കമാണെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ എഴുതിയ കത്തുകൾക്കൊന്നും നീ മറുപടി അയക്കാതിരുന്നത്. ഓ, വഴക്കാണല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനന്ന് പുറപ്പെടാൻ നേരം നീ എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്. ആഴ്ചയിലൊരു കത്ത്, ഒന്നിങ്ങോട്ടും ഞാൻ അങ്ങോട്ടും, ഒന്നിങ്ങോട്ടും ഞാൻ അങ്ങോട്ടും. ഇടുക്കിടുക്ക്. ഹലോ. ഹലോ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നടാ. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ വണ്ടി ഓടിക്കായിരുന്നു. പെത്തിയുള്ള വീട്ടില്. നീ എനിക്ക് വിളിക്കാൻ വേണ്ടല്ലേ കുന്ത്രട മേടിച്ചു തന്നേക്കുന്നേ? ഇത് അമ്മ കാണാതെ ഒളിപ്പിച്ചു വെക്കാൻ ഞാൻ പെടുന്നൊരു പാടുണ്ടല്ലോ. എന്നിട്ട് സമയം കടത്തി വിളിച്ചവനോട്ട് എടുക്കത്തൂല. ഒച്ച കുത്തു വെച്ചെന്നാണ്ടല്ലോ. എന്റെ പൊന്നോന്ന് ക്ഷമിക്കേ. നീ എപ്പോഴാ വിളിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴോ അതാണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാൻ എന്ത് ചെയ്യാനാ? അതേ അമ്മ കാണാതെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 12 മണിയാകുമ്പോൾ വിളിക്കാം. ഇനി എന്തെങ്കിലും സിറ്റുവേഷൻ നിനക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഇങ്ങോട്ടൊരു മെസ്സേജ് ഇട്ട് ഞാൻ അങ്ങോട്ട് വിടാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ജോലിത്തിരക്ക് വന്ന് തലേ കയറിയ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് നീ എന്നെ അന്നൊന്ന് നുള്ളി. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. അവിടുത്തെ വിശേഷങ്ങൾ അറിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇന്ദു. നീ എന്നോട് ക്ഷമിക്ക്. ഇനിയും നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. നീ അയക്കുന്ന കത്തുകൾ വായിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരണമെന്നും നിന്നെയും ചെറുക്കനെയും കൺകുളിർക്ക കാണണമെന്നും എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇവിടുത്തെ തിരക്കുകൾ നിനക്കറിയാലോ. എന്നാലും എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടെത്താം. നീ പറയും പോലെ ആഴ്ചയിൽ അല്ല, എല്ലാ ദിവസവും ഞാൻ നിനക്ക് കത്തെഴുതാം. പോരെ? മതി. ഭയങ്കര ദേഷ്യക്കാരിയാ. വഴക്കടിച്ചാൽ പിന്നെ വലിയ പാടാ വഴിക്ക് വരാൻ. ഞാനിവിടെ ആയതുകൊണ്ടാണേ. എന്നാ പിന്നെ പോയി ഒന്ന് കണ്ടുകൂടായിരുന്നോ? ആ ദേഷ്യവാശിയൊക്കെ അങ്ങ് മാറുമല്ലോ. പോണം പോണം. ഇവിടെ പിടിപ്പത് ജോലിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പോണം എനിക്ക്. ചെന്നിട്ട് അവളുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ പഴയ സ്കൂളിലും കോളേജിലുമെല്ലാം ആ പഴയ പ്രണയ ജോഡികളെപ്പോലെ ഞങ്ങൾക്ക് നടക്കണം. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അച്ഛനാള് കൊള്ളാം. മോളിപ്പോൾ എന്താ ആലോചിച്ചതെന്ന് ഞാൻ പറയട്ടെ. ഇതെന്തൊരു പൈങ്കിളി പ്രേമാന്നല്ലേ തോന്നും. പക്ഷേ പ്രേമം പൈങ്കിളിയായിട്ടല്ല,
നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ പ്രായം മറന്ന് നമ്മൾ പറന്ന് നടക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഉന്മാദമായിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആളെ ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് തൊടാൻ വലിയ കൊതിയായിരിക്കും. ചിലപ്പോഴിങ്ങനെയുള്ള ചെറു നൊമ്പരങ്ങളുണ്ട്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ അപ്പുറത്തു നിന്നും ഒരു വാക്ക് കേൾക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നോ? ഉവ്, പ്രേമവും എതിർപ്പും വഴക്കും വക്കാണവും എല്ലാം ഉണ്ടായി. എനിക്കൊരു നല്ല ജോലി കിട്ടുന്നവരെ അവൾ എങ്ങനെയോ പിടിച്ചു നിന്നു. പിന്നെ കല്യാണം. എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യമൊന്നും കിട്ടില്ല. ആ, സാറ് പറ, അല്ല അച്ഛൻ ബാക്കി പറ. അവനെന്തു പറയുന്നു? ഏ? സുഖം തന്നെയല്ലേ? എന്താ? എഴുത്. ആ, ഇത്തവണ ഉത്സവത്തിന് ഞാനും ഉണ്ടാകും. വെറുതെ പറയുന്നതല്ല, ഞാൻ തീർച്ചയായും വരും. അപ്പോഴേക്കും നിന്റെ പിണക്കമെല്ലാം മാറ്റിവെച്ചേക്കണം എന്ന് സ്നേഹപൂർവം. എന്ന് സ്നേഹപൂർവം സ്നേഹപൂർവം എന്ന് സ്നേഹപൂർവം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഏയ്, എന്ന് സ്നേഹപൂർവം. എന്ത് പറ്റി അച്ഛാ? എന്തെങ്കിലും വയ്യായ്ക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. എന്തു പറ്റി? എന്ന് അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈശോ തന്നെ അച്ഛാ, ആരാ നീ എന്താ മാതൃക ഒന്നും തുറന്നിരുന്നത്? മിണ്ടാത്തെ? എന്നാ ഷോ, ഇത് എന്നാ പണിയൊക്കെ കാണിക്കുന്നത്? അച്ഛനെന്തോ വയ്യായ്ക പോലെ ഉണ്ടായിരുന്നു. താനേതാ തന്നോടാരാ വാതിൽ തുറക്കാൻ പറഞ്ഞേ? അച്ഛൻ എന്നാ പണിയൊക്കെ കാണിക്കുന്നേ? അച്ഛനങ്ങ് വന്നേ വാ, വാ കത്ത്. അച്ഛനങ്ങ് വന്നേ വാ. വാ, വാ. ഇന്ദു വന്നേ. കത്ത് വാ, അമ്മ കത്തിരി തരാം. വാ, എഴുതിയിട്ടുണ്ട്. റൂമിലേക്ക് വാ, അച്ഛൻ വാ. കത്ത് എഴുതിയിട്ടുണ്ട്. ആ കവറൊന്നും എടുത്തോണ്ട് വരാവോ? ആ. ആ കസേരയിലുണ്ട്. എഴുതി കഴിഞ്ഞായിരുന്നോ? എടോ, എഴുതി കഴിഞ്ഞിരുന്നോന്ന്? മിക്കപ്പോഴും തീരാറില്ല, അതാ ചോദിച്ചത്. അല്ല, ഇയാളിതിങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു? ഞാൻ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വന്നതാ. അപ്പോൾ അച്ഛൻ കത്തെഴുതാൻ വേണ്ടി ഹെൽപ്പ് ചോദിച്ചു. അത് ശരി. എവിടെ നോക്കട്ടെ.
ഓ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ശരിക്കും അച്ഛനെന്താ പ്രശ്നം? മഴ വരാൻ ചാൻസ് ഉണ്ട്. തനിക്ക് പലയിടത്തും കയറണമല്ലേ? ആ. എൻ്റെ അച്ഛനെ അടുത്തിരിക്കാൻ മരിച്ചത്. എനിക്ക് ഇവിടുന്ന് സാറിനെ കണ്ടപ്പോൾ അച്ഛനെ ഓർമ്മ വന്നു. ഇതെനിക്ക് എഴുതാൻ വേണ്ടി സാറ് തന്നാ. എനിക്കിത് വേണ്ട. അത് താൻ തന്നെ വെച്ചോ. എന്നിട്ട് ഇവിടേക്ക് എന്നെ എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വെച്ചേക്ക്. ഉണരുമ്പോൾ അച്ഛന് ഓർമ്മയുണ്ടോ നോക്കാലോ. ആ കത്തില് കൃഷ്ണൻ സ്നേഹപൂർവ്വം കിച്ചു എന്ന് വിളിക്കും. അതാ പേര്. സ്വന്തം പേര് വരെ അറിയില്ലെങ്കിലും ഇപ്പോഴും അമ്മയുടെ പേരും ആ ഓർമ്മകളും ആ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും കൽക്കട്ടയിലിരുന്നുകൊണ്ട് ഇന്ദു ചേച്ചി കത്തയക്കാന്നേ. പാവം ഓർമ്മയില്ല. അൽഷിമേഴ്സ് 3rd സ്റ്റേജാണ്. ഇഞ്ചക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഉണരുമ്പോൾ ഇതൊക്കെ ഓർമ്മയാണോന്നറിയില്ല. ഇപ്പോഴും ആ മനസ്സിൽ നിന്ന് മായതുള്ളത് ഇന്ദു ചേച്ചിയുടെ മുഖവും ആ പഴയ ഓർമ്മകളും. അതാ ഈ എഴുത്തും കത്തുമൊക്കെ. അപ്പൊ അമ്മ ഇപ്പൊ എവിടെ? ഇന്ദു ചേച്ചി മരിച്ചു. ഒരു 5 വർഷമായി കാണും. ഉണരുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരും. പക്ഷേ മരുന്നെടുക്കാതിരുന്നാൽ വീണ്ടും ഇതുപോലെ ഇരുന്ന് എഴുതും. സെലക്റ്റീവുള്ള മരുന്നാണ്, ഒട്ടും കൊടുക്കാൻ പറ്റില്ല. അത് തീർന്നു. അത് വാങ്ങാൻ പോയപ്പോഴാണ് തൻ്റെ വരവ്. ഞാൻ പോട്ടെ. ഇതെന്തൊരു പൈങ്കിളി പ്രേമാന്നല്ലേ തോന്നും. പക്ഷേ പ്രേമം പൈങ്കിളിയായിട്ടല്ല. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ പ്രായം മറന്ന് നമ്മൾ പറന്ന് നടക്കാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ ഒരു ഉന്മാദമായിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആളെ ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് തൊടാൻ വലിയ കൊതിയായിരിക്കും. ചിലപ്പോഴിങ്ങനെയുള്ള ചെറു നൊമ്പരങ്ങളുണ്ട്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ അപ്പുറത്തു നിന്നും ഒരു വാക്ക് കേൾക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. അവള് ഹലോ. സോറി. ഡാ